രാജ്യത്തിന്റെ 16ാം ധനകമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കേരളത്തിലെത്തി. നെടുമ്പാശ്ശേരിയിൽ മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ ധനകാര്യ കമ്മീഷനെ സ്വീകരിച്ചു. ധനകാര്യ കമ്മീഷന് സമർപ്പിക്കാനായി സംസ്ഥാനം വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി ബാലഗോപാൽ അറിയിച്ചു. അങ്ങനെ അർഹിക്കുന്നത് നേടിയെടുക്കുമെന്ന് തന്നെയാണ് ഇന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിട്ടുള്ളത്. സമഗ്ര വിവരങ്ങളുമായി ഉമേഷിന്റെ റിപ്പോർട്ടുണ്ട്, അതിലേക്ക്. ഡോക്ടർ അരവിന്ദ് പനഗരിയ ചെയർമാനായ ധനകാര്യ കമ്മീഷനാണ് 3 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയത്. നെടുമ്പാശ്ശേരിയിലെത്തിയ ധനകാര്യ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയുണ്ടായി. ധനകാര്യ കമ്മീഷൻ സമർപ്പിക്കാനായി കേരളം വളരെ വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. കേരളത്തിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് പരിഗണിച്ച് കേരളത്തിന് ന്യായമായി കിട്ടത്തക്ക തരത്തിലുള്ള രീതിയിലാണ് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അർഹമായ പരിഗണന കേരളത്തിന് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. കേരളത്തിന് ഏറ്റവും അർഹമായി കിട്ടേണ്ടത് കേരളത്തിൻ്റെ പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പരമാവധി ന്യായമായി ലഭിക്കാനുള്ളത് മുഴുവൻ കിട്ടത്തക്ക വിധത്തിലുള്ള തയ്യാറെടുപ്പും അതിനു വേണ്ടിയിട്ടുള്ള റെപ്രസെൻറ്റേഷനുമാണ് നമ്മൾ നൽകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലും എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഏറ്റവും ന്യായമായ അർഹമായ പരിഗണന കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുമരകത്തേക്ക് തിരിച്ച ധനകാര്യ കമ്മീഷനും അംഗങ്ങളും നാളെ കോട്ടയത്തെ തിരുവാർപ്പ് ഐമനം പഞ്ചായത്ത് പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തും. നാളെ വൈകിട്ടോടെ തിരുവനന്തപുരത്തേക്ക് എത്തും. മറ്റന്നാൾ രാവിലെ തിരുവനന്തപുരം കോവളത്ത് ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ധനകാര്യ കമ്മീഷനെ സ്വീകരിക്കും. തുടർന്ന് മന്ത്രിമാരുമായി വിശദമായ ചർച്ചയും അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പഞ്ചായത്ത് പ്രതിനിധികൾ, അതായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒപ്പം കോർപ്പറേഷൻ മേയർമാരും ഒപ്പം മുനിസിപ്പൽ ചെയർമാന്മാരും അടക്കമുള്ളവരുമായി ധനകാര്യ കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിനു പുറമെ വ്യാപാര വ്യവസായ പ്രതിനിധികളുമായും ധനകാര്യ കമ്മീഷൻ്റെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് കേരളം ഈ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. അങ്ങനെ ഏറെ പ്രതീക്ഷയിലാണ് കേരളം. എന്തായാലും കേരളത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു മെമ്മോറാണ്ടം ആയിരിക്കും സർക്കാർ സമർപ്പിക്കുക. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.